പദ്ധതിയല്ല, അത് ഗംഭീരം. നടന്നാൽ സുന്ദരം, കാത്തിരുന്ന് കാണാം. ആദ്യഘട്ടം മുതൽ പിന്തുണച്ച ആളാണ്, പക്ഷെ ഇറങ്ങുമ്പോൾ ഒരു സംതൃപ്തിക്കുറവ് പോലെ തോന്നുന്നു. ഒരു സംതൃപ്തി കുറവൊന്നുമില്ല. എന്തിനാ സംതൃപ്തി കുറവ്? നടന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം നടന്നല്ല. സംഗമം ലക്ഷ്യം നല്ലതാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തണ്ടേ? എത്തിയ ശേഷമല്ലേ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചാലല്ലേ. പഞ്ചാര പറഞ്ഞുകൊണ്ടായില്ല. പഞ്ചാര വായിലിട്ട് വന്നാലല്ലേ അതിൻ്റെ സ്വാതന്ത്ര്യം എനക്കുള്ളൂ. ബൃഹത്തായ പദ്ധതി സർക്കാർ കൊണ്ടിരുന്നു. നമ്മൾ സഹകരിക്കുക, സഹായിക്കുക, വിജയിപ്പിക്കുക. അത് നടക്കട്ടെ. ഞാനില്ല, ഇന്ന് ക്ഷണിച്ചില്ല. അതപ്പം ആലോചിക്കാം. പിന്നെ മാത്രമല്ല, ഇതിലൊന്ന് വിരോധമാണ് അവരെന്ന് ഒരു തോന്നലുണ്ട്. അപ്പം ഞാൻ രണ്ടു വള്ളത്തെ സഞ്ചരിക്കുന്നത് ശരിയാണോ? അല്ല. പക്ഷെ അവരെന്നോട് പറഞ്ഞത് ഈ സംഗമം കൂടുന്നതിൽ അവർക്ക് വിരോധമൊന്നുമില്ല, ഇതിനെതിരല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒന്നേ ഉള്ളൂ, ആ കേസ് പിൻവലിക്കണം, അവിടെ പേറ്റ് തിരുത്തി കൊടുക്കണം. അത് രണ്ടും കൊടുത്താൽ ഇതിനോട് യോജിപ്പാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ സംഗമത്തിന് അവരൊരിക്കലും എതിരല്ല, ഈ ലക്ഷ്യത്തിനെതിരല്ല എന്ന് അതിൻ്റെ സംഘാടകർ ഞാനുമായിട്ട് ചർച്ച ചെയ്യാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞത്. എന്നെ അന്ന് ചെല്ലാൻ ക്ഷണിച്ചിട്ടുമില്ല. അല്ല, ഞാൻ കേസ് പിൻവലിക്കുന്ന കാര്യം ഞാൻ പരസ്യമായി പറഞ്ഞാണല്ലോ. ഞാൻ ലേഖനം വരെ എഴുതിയാണ് കേസ് പിൻവലിക്കണം. അറിഞ്ഞോ അറിയാതെ ഒരുപാട് ആളുകൾ പോയി പെട്ടുപോയിട്ടുണ്ട്. അത് പിൻവലിച്ചു കൊടുത്ത് പാവങ്ങളെ സഹായിക്കണം ഗവൺമെൻറ്. മുഖ്യമന്ത്രിയോട് പറയണ കാര്യം എല്ലാം നിങ്ങളോട് പറയണ കാര്യമുണ്ടോ? ഇത് പൊതുവായ കാര്യങ്ങളെല്ലാം ലേഖനത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ?